നാത്തുമാര് നമ്മുടെ ഭാര്യമാരെ കളിയാക്കുകയോ കുറ്റം പറയുകയോ ചെയ്യുമ്പോൾ നമ്മളുടെ അരികിലേക്ക് വന്ന് നമ്മുടെ ഭാര്യമാര് പരാതി പറയുമ്പോൾ നമ്മൾ സമാശ്വസിപ്പിക്കണം അവളെ. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഞാനിപ്പോൾ ഈ പറയാൻ പോകുന്നത്. നാത്തൂൻ പോലും നമ്മുടെ കുടുംബത്തിലുണ്ട്. ഭർത്താവിൻ്റെ പെങ്ങന്മാര്, നാത്തൂൻ എന്നല്ലേ പറയാ അല്ലേ, ഭർത്താവിൻ്റെ പെങ്ങള്. അപ്പോൾ അവർ തമ്മിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളാവുമ്പോൾ രാത്രിയാകുമ്പോൾ ഒരു നാത്തൂവിനൊരു സാധനം അവൾക്ക് അവളുടെ വീട്ടിൽ പോയിക്കൂടെ, ഇവിടെ വന്ന് കിടക്കുന്നതിന് ഞാൻ ഇടങ്ങറാക്കാൻ ഒരു തേങ്ങ ഒന്ന് തരുമെന്ന് പറഞ്ഞപ്പോൾ അവളെ കൊണ്ട് അത് പറ്റില്ല ഇത് പറ്റില്ല ഒന്നും എല്ലാം ഞാൻ ഉണ്ടാക്കി കൊടുക്കണം, നിങ്ങളങ്ങ് വെച്ചോണ്ടിരുന്നോ രണ്ട് കുലുക്കും ഒരു കാലത്തൊക്കെ തലങ്ങണി എടുത്ത് പിടിച്ച് അങ്ങോട്ട് ഞാൻ മാറി ഒറ്റക്കടത്ത തീർന്നു. ഒരാഴ്ച നമ്മൾ പട്ടിണിയായി, രാത്രി പട്ടിണിയായി പോയി, സംഭവം പോയി. എന്തിനായി പണിക്കൊക്കെ പോണത്? അപ്പം നാം പറഞ്ഞേ എടി കദീഷു എന്താ നിനക്ക് പ്രശ്നം? സോപ്പിടണം അപ്പോൾ നമ്മളവളെ ഭാര്യയെ വെറുപ്പിക്കാൻ പാടില്ലല്ലോ. ഏറ്റവും വലിയ തെളിവാണിത്. സഫിയ റളിയല്ലാഹു തആല അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, നബിയെ ആയിഷ എന്നെ ഇങ്ങനെയൊക്കെ പറയുന്നു, ജൂത പെണ്ണിൻ്റെ മോളാണ് എന്നെ ആയിഷ. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഫിയ ബീവിയെ വിളിച്ചിരുത്തിയിട്ട് സമാശ്വസിപ്പിച്ചു. സഫിയെ ആയിഷയെക്കാളെ നിനക്ക് 3 ഗുണങ്ങളാണുള്ളത്. എന്താ സംഭവം? ആയിഷയെക്കാളെ നിനക്ക് 3 ഗുണങ്ങളാണുള്ളത്. ഒന്ന്, നീ ഒരു പ്രവാചകന്റെ മകളാണ്, ഒരു പ്രവാചകന്റെ സഹോദരിയാണ്, ഒരു പ്രവാചകന്റെ ഭാര്യയാണ്. 3 പരമ്പരയാണ് നിനക്കുള്ളത്. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പിതൃത്വത്തിൽ നിന്നാണ് നീ ജന്മമെടുത്തത്. ആ ഒരു പാരമ്പര്യം നിനക്കുണ്ട് സഫിയ. നിന്റെ സഹോദരൻ ഹാറൂനാണ്, അതും ഒരു പ്രവാചകനാണ്. അതേപോലെ നിന്റെ ഭർത്താവ് ലോകത്തിന്റെ നേതാവ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അങ്ങനെ 3 പ്രവാചകന്മാർ അടങ്ങിയ ഒരു പെണ്ണാണ് നീ. അതുകൊണ്ട് സഫിയ, അറിവില്ലാത്ത വിവരമില്ലാത്ത ആയിഷ പറയുന്നത് നീ ഒരു കാര്യമായി എടുക്കരുതേ സഫിയ. ഭയങ്കര സന്തോഷം. 3 പ്രവാചകൻ. അതാ നമ്മുടെ പെണ്ണുങ്ങൾക്ക് നമ്മുടെ കുടുംബത്തിൻ്റെ ചില സംഭവങ്ങളൊന്നും അറിയില്ല, മന്ദങ്ങളാണ് സംഭവം. 20 വയസ്സ് എപ്പോഴും കുറവാണ് സാധനത്തിന്. അതന്നെ ഞങ്ങൾ പറഞ്ഞ മക്കളല്ലേ നാക്കിസാത്ത് മക്കളെന്ന്. 20 വയസ്സ് എപ്പോഴും കുറവാണ് ഈ സാധനത്തിന്. എന്തെല്ലാം നന്മകൾ നിന്റെ വാപ്പ ചെയ്തിട്ടുണ്ട്, അത് ഇതൊന്നും അറിയില്ല സംഭവം. ഭർത്താവ് ചെയ്ത് ഇതൊന്നും അറിയില്ല സംഭവം. അപ്പോൾ ഇത് പറഞ്ഞപ്പോഴത്തേക്ക് സഫിയ ബീവി ഭയങ്കര സന്തോഷമായി. ഓ അൽഹംദുലില്ലാ. പക്ഷേ അവരെപ്പോഴും പിന്നെ ദേഷ്യപ്പെട്ടിരുന്നിട്ടില്ല കേട്ടോ. നമ്മൾ ഈ നാത്തൂൻ പോലെ ഖിയാമത്ത് നാൾ വരെ നാത്തൂൻ തന്നെയാണ്. അടിയോടടിയും വഴക്ക്. വിഷം കലക്കി കൊടുത്തോളയും പാലിനകത്ത്. അള്ളാഹ് കാത്തുരക്ഷിക്കട്ടെ. സ്ഥലം കാലിലേക്ക് വേറെ വീട് വെച്ചു, അതാ ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നമ്മൾ ഭർത്താവ് ഷണ്ടനാകാൻ പാടില്ല. ഭർത്താവ് എന്ത് ചെയ്യണം? നമ്മളത് അവളോട് പറയണം, പെങ്ങളെ നീ എന്തിനടി അവളോട് ഇങ്ങനെയൊക്കെ സംസാരിക്കും? നിന്റെ ഇക്കല്ലേ ഞാൻ, നിങ്ങളെല്ലാം കൂടെ ചേർന്ന് എനിക്ക് കല്യാണം കഴിപ്പിച്ചെന്ന പെണ്ണല്ലേ, എന്തിനാ നമ്മൾ പ്രശ്നം? നമുക്ക് മുസ്ലിമീങ്ങളെ നമ്മൾ സഹോദരങ്ങളല്ലേ, എന്താ നിന്റെ ആവശ്യം എന്താ? അത് ഞാൻ നിറവേറ്റി തരാം. അവളുടെ ആവശ്യം എന്താ? അത് നിറവേറ്റി കൊടുക്കുക. എന്തിനാണ് പ്രശ്നം? അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് സഹകരിക്കണം. ഇനി നാത്തൂനും പെങ്ങളും ഒക്കെ ഒരുമിച്ച് താമസിക്കുന്ന വീട്ടിൽ പരസ്പരം ഒക്കെ ഒന്ന് അടുക്കള പണി എടുക്കണം ഒരുമിച്ച്. അതും ചെയ്യണോ? ഇത് മുണ്ടാണ്ട് മാറി അവിടെ മാറി കിടന്ന് ഉറങ്ങും, ഒരു പണി എടുക്കൂല, സമയമാകുമ്പോൾ വന്നിരുന്ന് തിന്നാനിരിക്കും, എന്നിട്ട് എന്തെങ്കിലും കുറ്റം പറയും. അത് പ്രശ്നം തന്നെയാണ്. ആർക്കാ പ്രശ്നമില്ലാത്ത? ആർക്കാ പ്രശ്നമാകാത്ത? നമ്മൾ ഗൾഫിൽ പോകുന്നവർ 4 പേർ റൂമിൽ കിടന്നിട്ട് 4 പേരെയും ഓരോരുത്തർ ദിവസം എഴുതി വയ്ക്കും, ബോർഡ് വയ്ക്കും, കക്കൂസ് കഴുകാൻ ഇന്ന ദിവസം ഇന്നാൾ, ഇന്നത്തെ ദിവസം തബ്ബാഹ് ചാപ്പാട് ഉണ്ടാക്കേണ്ടത് കുക്ക് ഇന്നാൾ. അവൻ ആ സമയത്ത് ചാപ്പാട് ഉണ്ടാക്കാതെയും പാത്രം കഴുകാതെയും കക്കൂസ് കഴുകാതെ ഇരുന്ന ബാക്കിയുള്ള 3 മല്ലന്മാർ കിടത്തി ഉറക്കും അവനെ പൊക്കിയെടുത്ത് എറുമി ഗുമാമയെ കൊണ്ട് തള്ളും. അപ്പം നമ്മുടെ പെണ്ണുങ്ങളുടെ കാര്യം പറയേണ്ടതില്ലല്ലോ, അത് സ്വാഭാവികമായിട്ട് അത് സംഭവിക്കും. അതുകൊണ്ട് നമ്മൾ അനുനയിപ്പിക്കണം, ഭർത്താവിൻ്റെ പണിയാണത്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹദിയായ സഫിയ റളിയല്ലാഹു തആല അൻഹയെ അനുനയിപ്പിച്ചു. അവിടെ പ്രശ്നം ക്ലോസ് ആയി, പ്രശ്നം തീർന്ന സംഭവം. അവിടെ പ്രശ്നം തീർന്നല്ലോ. ബഹുമാനപ്പെട്ട സഫിയ റളിയല്ലാഹു അൻഹയോടൊപ്പം 11 പേരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാർ. 12ാമത് മാരിയത്തുൽ ഖബത്തിയ റളിയല്ലാഹു തആല അൻഹ. റൈഹാന ബിന്ത് സെയ്ദ് ബിൻ അംർ എന്ന മറ്റൊരു പേര് കൂടി അവർക്കുണ്ട്. റൈഹാന എന്ന പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാരിൽപ്പെട്ട മഹദിയായ മാരിയത്തുൽ ഖബത്തിയയുടെ പേരാണ്. മിസ്റിലെ രാജാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകിയ സമ്മാനം 20 ഒട്ടകങ്ങളും 20 വില കൂടിയ വസ്ത്രങ്ങളും അതിനോടൊപ്പം 2 അടിമ സ്ത്രീകളെയും അല്ലാഹുവിന്റെ റസൂലിന് സമ്മാനമായി നൽകി. 2 അടിമ സ്ത്രീകളെ നജ്ജാശി രാജാവ് സമ്മാനിച്ചു. നബി തങ്ങൾക്ക് 4 അടിമ സ്ത്രീകൾ ഉണ്ടായിരുന്നു. അതിൽ 1 അടിമ സ്ത്രീയുമായിട്ട് മാത്രമാണ് ഹബീബായ തങ്ങൾ വീട് കൂടിയത്, ശാരീരികമായി ബന്ധപ്പെട്ടത്. അതായിരുന്നു മഹദിയായ മാരിയത്തുൽ ഖബത്തിയ റളിയല്ലാഹു തആല അൻഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ മൊത്തത്തിൽ കണക്കെടുക്കുമ്പോൾ 12 ഭാര്യമാരാണ്.
ഈ 12 ഭാര്യമാരിൽ ഹബീബുന റസൂലുള്ളാഹി തങ്ങൾക്ക് 4 3 7 മക്കളാണ്. 4 പെൺമക്കളും 3 ആൺമക്കളുമാണ്. ആദ്യമായി ജനിച്ചത് ആൺമക്കളാണ്. ബഹുമാനപ്പെട്ട ഖാസിം റളിയല്ലാഹു തആല അൻഹു 17 മാസക്കാലം ഈ ലോകത്ത് ജീവിച്ചു. ഈ ലോകത്ത് നിന്ന് 17 മാസമായപ്പോൾ വിട പറഞ്ഞു പോയി. രണ്ടാമതായി ജനിച്ചത് അബ്ദുള്ള എന്ന് പറയുന്ന പൊന്നുമോനാണ്. തയ്യിബ് എന്നും താഹിർ എന്നും മറ്റ് 2 പേര് കൂടി ആ പൊന്നുമോനുണ്ട്. ഇവനും ഈ പൊന്നുമോനും ചെറുപ്പത്തിലെ മരണപ്പെട്ടു പോയി. ഇവര് 2 പേരും അടക്കം ചെയ്യപ്പെട്ടത് മക്കയിലാണ്. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾക്ക് പിന്നീട് ജനിച്ചത് ഇബ്രാഹിം എന്ന് പറയുന്ന മുത്തുമോനാണ്. അത് മാരിയത്തുൽ ഖിബ്തിയയിലൂടെയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സമ്മാനിച്ചത്. ഇബ്രാഹിം എന്ന് പറയുന്ന പൊന്നുമോൻ വെറും 70 ദിവസം മാത്രമാണ് ഈ ലോകത്ത് ജീവിച്ചത്. 70 ദിവസം പ്രായമായ പൊന്നുമോൻ ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന വേളയിൽ ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ പോലും നിറകണ്ണുകളോടെ പറഞ്ഞു പോയി, ഇന്നൽ ഖൽബ യഹ്സുനു വൽ ഐന യദ്മാ തദ്മാഉ വ ഇന്നാ ലാ നഖൂലു ഇല്ലാ മാ യുർളാ റബ്ബുനാ. എൻ്റെ ഹൃദയം തുടിക്കുകയാണ് പൊന്നുമോനെ, എൻ്റെ ഹൃദയം വേദനിക്കുകയാണ് പൊന്നുമോനെ, എൻ്റെ കണ്ണ് ഈറനണിയുകയാണ് മുത്തേ. അള്ളാഹുവിന് നിരക്കാത്തതൊന്നും ഞാൻ പറയുകയില്ല. എൻ്റെ മകൻ്റെ വേർപാടിൽ എനിക്ക് വല്ലാത്ത ദുഃഖമാണ്. വ ഇന്നാ ബിഫറാഖിക യാ ഇബ്രാഹിം ലമഹ്സൂനൂൻ. ആ കുഞ്ഞുമോൻ്റെ മയ്യത്തെടുത്തു പിടിച്ചിട്ട് ലോകത്തിൻ്റെ മൊത്ത് നിറകണ്ണുകളോടെ പറയുകയാണ്, ഇബ്രാഹിമേ, എൻ്റെ 2 മക്കൾ മരണപ്പെട്ടിട്ട് പോലും എനിക്ക് ഇത്രത്തോളം ദുഃഖമുണ്ടായിരുന്നില്ല. ഞാൻ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. പക്ഷേ എൻ്റെ ഇബ്രാഹിം ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയപ്പോൾ എൻ്റെ കണ്ണ് ഈറനണിയുകയാണ്. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു അടുത്തിരുന്നു കൊണ്ട് നബിതങ്ങളെ കരയുന്നത് കണ്ടിട്ട് ചോദിക്കുകയാണ്, വഅൻത യാ റസൂലല്ലാഹ്, നബിയെ അങ്ങ് കരയുകയാണോ, അങ്ങ് കരയുകയാണോ ഹബീബേ എന്ന് പറഞ്ഞപ്പോൾ ഇന്നഹാ റഹ്മത്തുൻ യബ്ന ഔഫ്, ഏ ഔഫേ, അത് റഹ്മത്തിൻ്റെ കണ്ണുനീരാണ്. ഒരാളുടെ മരണത്തിൻ്റെ പേരിൽ പൊട്ടിക്കരയരുത്, നെഞ്ചത്തടിച്ച് കരയരുത്, നിലവിളിച്ച് കരയരുത്, ഒപ്പാരയിട്ട് കരയരുത്. ലൈസ മിന്നാ മൻ ലറബൽ ഖുദൂദ് വശഖൽ ജുയൂബ് വദആ ബിദഅവത്തിൽ ജാഹിലിയ്യ. നബിയുനാ റസൂലുള്ളാഹി തങ്ങളെ പറയുകയാണ്, 3 വിഭാഗം ആളുകൾ എൻ്റെ സമുദായത്തിൽ പെട്ടവരല്ല. മൻ ലറബൽ ഖുദൂദ്, മരണത്തിൻ്റെ പേരിൽ തൻ്റെ നെഞ്ചത്തടിച്ച് തൻ്റെ മുഖത്തടിച്ച് തലയിലടിച്ച് പൊട്ടിക്കരയുന്നവർ എൻ്റെ സമുദായത്തിൽ പെട്ടവരല്ല. വശഖൽ ജുയൂബ്, വസ്ത്രം വലിച്ചു കീറിക്കൊണ്ട് അലമുറയിട്ട് കരയുന്നവർ എൻ്റെ സമുദായത്തിൽ പെട്ടവരല്ല. വദആ ബിദഅവത്തിൽ ജാഹിലിയ്യ, ജാഹിലിയങ്ങൾ ഒപ്പാരയിടുന്നത് പോലെ, നിലവിളിക്കുന്നത് പോലെ, അട്ടഹസിക്കുന്നത് പോലെ, വിളിച്ചു കൂവുന്നത് പോലെ എൻ്റെ സമുദായത്തിലെ ഏതെങ്കിലും ഒരു പെണ്ണ് മയ്യത്തിൻ്റെ പേരിൽ, മരണത്തിൻ്റെ പേരിൽ പൊട്ടിക്കരഞ്ഞാൽ, നിലവിളിച്ചാൽ ഫലൈസ മിന്നാ, അവർ നമ്മുടെ സമുദായത്തിൽ പെട്ടവരെയല്ല എന്ന് ലോകത്തിൻ്റെ മുത്തേ മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് തന്നെയാണ് നബി തങ്ങളുടെ എല്ലാമായ കരളിൻ്റെ കഷണമാണ്, ജീവിതത്തിൻ്റെ തുടിപ്പാണ്. 70 ദിവസം മാത്രം പ്രായമായ ആ ചോര കുഞ്ഞിനെ കയ്യിലെടുത്ത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഇന്നൽ ഖൽബ യഹ്സുനു വൽ ഐന തദ്മുഉ വ ഇന്നാ ലാ നഖൂലു ഇല്ലാ മാ യുർളാ റബ്ബുനാ. എൻ്റെ ഹൃദയം തുടിച്ചാലും എൻ്റെ കണ്ണ് ഈറനണിഞ്ഞാലും അല്ലാഹുവിന് നിരക്കാത്ത ഒരു വാക്കുപോലും എൻ്റെ നാവിൽ നിന്ന് സംഭവിക്കുകയില്ല. അതുകൊണ്ട് ഇബ്രാഹിമേ, നിന്റെ വേർപാടിൽ ഞാൻ ദുഃഖലാകുലനാണ്, ഞാൻ ദുഃഖിതനാണെന്ന് മഹാനായ ഹബീബുനാ ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പൊന്നുമോൻ മരിച്ചത് മദീനയിൽ വെച്ചാണ്. നബിതങ്ങളുടെ 3 ആമക്കളിലെ ഒരു മകന്റെ മയ്യത്ത് മാത്രമാണ് മദീനയിൽ അടക്കം ചെയ്യപ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഉസ്മാൻ ഇബ്നു മൽഊനിന്റെ അരികിലേക്ക് കൊണ്ടുപോയി അടക്കണേ. എൻ്റെ മകന്റെ മയ്യത്ത് ഉസ്മാൻ ഇബ്നു മൽഊനിന്റെ അരികിൽ കൊണ്ടടക്കണേ. നബിതങ്ങളുടെ മുലകുടി ബന്ധത്തിലെ സഹോദരനാണ്. കണ്ടോ നമ്മുടെയൊക്കെ നാട്ടിൽ മയ്യത്തടക്കുമ്പോൾ ഒക്കെ ശ്രദ്ധിക്കണം. പാപ്പാൻ്റെ അരികിൽ മയ്യത്തൊന്ന് അടക്കണേ നമ്മളൊക്കെ പറയുമ്പോൾ ഈ കബറ് വെട്ടുകാരന്മാർക്ക് ഹാലളക്കും. അമ്മമാർ വേണമെങ്കിൽ ഇടക്ക്, ഇയാൾ വേണമെങ്കിൽ ഇവിടെ കൊണ്ടടക്ക്, ഇല്ലെങ്കിൽ കൊണ്ട് കോർപ്പറേഷനെ അടക്കാൻ പറയും. പറയാൻ പറ്റില്ല, അഭിപ്രായം പറയാൻ പറ്റില്ല. നമ്മുടെ ഉസ്താദിൻ്റെ അരികിലൊന്ന് നടക്കണേ എൻ്റെ മയ്യത്ത്, എൻ്റെ ഭാര്യയുടെ അരികിൽ എടുക്കണേ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ചില സ്ഥലത്തത് കേൾക്കും, ചില സ്ഥലത്തത് കേൾക്കൂല. ഇവിടെയൊക്കെ കേൾക്കുമായിരിക്കും അല്ലേ? കേൾക്കൂല, കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് പോകും. കുഴപ്പമുണ്ടെന്ന് പറഞ്ഞാൽ ഉസ്താദിനെ നാളെ ഇവിടുന്ന് ഡിസ്മിസ്സാണ്. അതുകൊണ്ട് പിന്നെ ഉസ്താദ് പിന്നെ കുഴപ്പമില്ല എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. സംഭവം
ചില സ്ഥലത്ത് സംഭവിക്കും, അങ്ങനെ സമ്മതിക്കൂല. ചില സ്ഥലത്ത് ഇല്ല. പ്രസിഡന്റ് ഇവിടെ സമ്മതിക്കാറുണ്ടോ? ഇല്ല, കുഴപ്പമില്ല. പ്രസിഡന്റിൻ്റെ പ്രശ്നമില്ല, നാട്ടുകാരനായതുകൊണ്ട്. ഉസ്താദന്മാരെ മറ്റും പ്രസിഡന്റിന് ഇപ്പോൾ കമ്മിറ്റിമാരിൽ അടുത്ത കമ്മിറ്റിയിൽ തിരിച്ചു വരാമല്ലോ. അല്ല, അങ്ങനെ പറയുമ്പോൾ ഒരു അഭിപ്രായം നല്ലതാണ്. അങ്ങനെ അടക്കില്ല. അങ്ങനെ നമ്മുടെ ഉസ്താദിൻ്റെ അരികിൽ, വാപ്പാൻ്റെ അരികിൽ, ഉമ്മാൻ്റെ അരികിൽ സ്ഥലം ഉണ്ടെങ്കിൽ അടക്കാം. പിന്നെ സ്ഥലമില്ലാത്ത കഴിഞ്ഞ ആഴ്ച അടയ്ക്കാൻ മകിയത് തോണ്ടിയിട്ട് അവിടെ കൊണ്ട് നടക്കണം നിർബന്ധമൊന്നുമില്ല. അങ്ങനത്തെ വേണ്ടായിട്ട് സ്ഥലമില്ലാത്തതിൻ്റെ പതിനെ മുകളിൽ കൊണ്ട് നടക്കാൻ പറ്റുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകൻ മരിച്ചപ്പം നബിതങ്ങൾക്ക് പാല് കൊടുത്ത അതേ ഉമ്മയാണ് ഉസ്മാൻ ബിൻ മദ്ഊന് പാല് കൊടുത്തത്. അപ്പോൾ ആ മുലകുടി ബന്ധത്തിലെ ആ ഒരു സഹോദരനാണ് ഇങ്ങനത്തെ ഒരു ബന്ധം. അപ്പോൾ അതുകൊണ്ട് അവിടെ അടക്കിക്കൊള്ളാൻ പറഞ്ഞു. അപ്പോൾ ബഹുമാനമുള്ള സഹോദരങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 3 ആൺമക്കൾ ചെറുപ്പത്തിൽ മരണപ്പെട്ടു പോയി. പിന്നെ 4 പെൺമക്കളുണ്ട്. ബഹുമാനപ്പെട്ട സൈനബ് റളിയല്ലാഹു തആല അൻഹാ, ബഹുമാനപ്പെട്ട റുഖയ്യ റളിയല്ലാഹു തആല അൻഹാ, ഉമ്മു കുൽസൂം റളിയല്ലാഹു തആല അൻഹാ, ഫാത്തിമത്ത് ബിൻത് മുഹമ്മദ് റളിയല്ലാഹു തആല അൻഹാ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 43-ാമത്തെ വയസ്സിൽ നബി തങ്ങൾക്ക് കിട്ടിയ സമ്മാനമാണ് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 43-ാമത്തെ വയസ്സിലെ മകളാണ് ഫാത്തിമ. അത് ഏറ്റവും വലിയ സ്നേഹം കൂടുതലാണ്, വലിയ മഹബത്താണ്. എന്താ കാരണം? മഹദിയായ ഖദീജ റളിയല്ലാഹു തആല അൻഹയിൽ നിന്നാണ് 4-2 6 മക്കളെ അല്ലാഹു തആല നൽകിയത്. ഖദീജ ബീവിക്കാണ് 4-2 6 മക്കളെ സമ്മാനിക്കാനുള്ള ഭാഗ്യം കിട്ടിയത്, മറ്റൊരാളിൽ നിന്ന് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെയാണ് ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുമായിരുന്നു, ഖത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ അർളി 4 ഖുതൂത്ത്. ഒരിക്കൽ ഭൂമിയിൽ 4 വര വരച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് ചോദിക്കുകയാണ്, അതദറൂന മാ ഹാദാ, ഇതെന്താണെന്ന് നിങ്ങൾക്കറിയുമോ സഹാബ? ഖാലു അല്ലാഹു വറസൂലുഹു അലം. സഹാബാക്കൾ പറയുകയുണ്ടായി, അല്ലാഹുവും റസൂലും അല്ലാതെ ഞങ്ങൾ അറിയില്ല നബിയേ. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ 1-ാമത്തെ വരയിൽ വിരൽ വെച്ചിട്ട് പറയുകയാണ്, അഫ്ളലു നിസാഇ അഹ്ലിൽ ജന്ന ഖദീജത്തു ബിൻത് ഖുവൈലിദ് റളിയല്ലാഹു തആല അൻഹാ. സ്വർഗ്ഗലോകത്തെ പ്രഥമ വനിത ആരാണ്? സ്വർഗ്ഗലോകത്തെ ശ്രേഷ്ഠയായ വനിത ആരാണ്? അത് ഖദീജയാണ്. അതെന്റെ ഭാര്യയാണ്, അതെന്റെ മുത്താണ്, എൻ്റെ പ്രഥമ വനിതയാണ്, പ്രഥമ ഭാര്യയാണ് ഖദീജ ബിൻത് ഖുവൈലിദ് റളിയല്ലാഹു അൻഹാ. അവളാണ് സ്വർഗ്ഗലോകത്തിലെ പ്രിയങ്കരിയാണ്, പ്രഥമയായ സ്വർഗ്ഗ സ്ത്രീ എന്ന് നബിയുനാ റസൂലുള്ളാഹി. 2-ാമത്തെ വരയിൽ കൈവച്ചിട്ട് പറഞ്ഞു, ആസിയത്തു ബിൻത് മുസാഹിം, മുസാഹിമിന്റെ മകൾ ആസിയ ബീവിയാണ്. 2-ാമത്തെ വരയിൽ കൈവച്ചിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് സ്വർഗ്ഗലോകത്തിലെ പെണ്ണാണ്, സ്വർഗ്ഗ സ്ത്രീയാണ്. ഹബീബായ തങ്ങൾ പറഞ്ഞത് എന്തിനാണ്? നബി തങ്ങൾ കണ്ടിട്ടില്ല ആസിയ ബീവിയെ. ഫറോവയുടെ ഭാര്യയാണ് ഇമ്രാത്തു ഫിറഔൻ, ഫറോവയുടെ ഭാര്യയാണ് ആസിയ റളിയല്ലാഹു അൻഹാ. ഫറോവ എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി രംഗത്തേക്ക് വന്ന ആധുനിക ഫറോവമാരെ പോലെ അന്ന് നിലനിന്നിരുന്ന ഫറോവയായിരുന്നു ആ ലഅനത്താക്കപ്പെട്ട പഹയൻ ഫറോവ. അന റബ്ബുക്കുമുൽ അഅ്ലാ, ഞാനാണ് ലോകത്തിന്റെ രക്ഷിതാവെന്ന് വാദിച്ചിരിക്കുകയും ഞാനല്ലാതെ രക്ഷിതാവുണ്ടെന്ന് ആര് പറഞ്ഞാലും അവരുടെ തല കൊയ്തെടുക്കാൻ വെമ്പൽ കൊള്ളുന്ന ആ വൃത്തികെട്ടവനായിരുന്നു ഫറോവ. ആ ഫറോവയുടെ കോട്ടകൊത്തളങ്ങളിൽ കിടന്ന് അള്ളാഹുവിനെ മനസ്സിലാക്കി ജീവിച്ചവളാണ് ബഹുമാനപ്പെട്ട മാഷിത്ത റളിയല്ലാഹു അൻഹാ. ആ മാഷിത്ത റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാഷിത്ത ബീവിയെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. ആ ഫറോവയുടെ കുടുംബത്തിലെ ജോലിക്കാരിയായിരുന്നു പാറാവുകാരന്റെ ഭാര്യയായ മാഷിത്ത ബീവി. അള്ളാഹു ഇസ്ലാം കൊടുത്ത് ആദരിച്ചപ്പോ മാഷിത്ത മുസ്ലിമാ എന്ന വാർത്ത കേട്ടപ്പോ ഫറോവ അവളെ കത്തിച്ചു കളയുകയാണ് ചെയ്തത്. മാഷിത്ത ബീവിയുടെ കുഞ്ഞുമക്കള് 2-3 ചെറിയ ചെറിയ മാസങ്ങൾ പ്രായമുള്ള കുഞ്ഞുമക്കളാണ് ബഹുമാനപ്പെട്ട മാഷിത്ത ബീവിയുടെ കയ്യിലുണ്ടായിരുന്നത്. മാഷിത്ത ബീവിയോട് ഫറോവ വന്നിട്ട് ചോദിക്കുകയാണ്, ഇസ്ലാമിൽ നിന്ന് വ്യതിചലിക്കാൻ മാറാൻ നീ തയ്യാറുണ്ടോ മാഷിത്ത? ഇല്ലെങ്കിൽ നിന്നെ ഞാൻ ചുട്ടുകരിക്കുമെന്ന് പറഞ്ഞപ്പോ നിനക്ക് ഇഷ്ടമുള്ളതുപോലെ എൻ്റെ മേൽ നടപടിയെടുക്കാൻ ഫറോവ, ഞാൻ ഈ പ്രത്യയ ശാസ്ത്രത്തിൽ നിന്ന് മാറുകയില്ല. പരിശുദ്ധ പ്രവാചകന്റെ ഇസ്ലാമിക ഈ ആദർശത്തെ പൽകിയ എൻ്റെ മുസ്ലിം പെണ്ണുങ്ങളെ, ആദർശത്തെ പണയപ്പെടുത്തിക്കൊണ്ട് കേവലം മുസ്ലിമീങ്ങളോടൊപ്പം ഒളിച്ചോടാൻ നാണമില്ലാതെ കൂസലില്ലാതെ ഇസ്ലാമിക ആദർശത്തെ പണയപ്പെടുത്താനും കാലത്തിന്റെ ചവിട്ടുകൊട്ടയിലേക്ക് പുറങ്കാല് കൊണ്ട് തള്ളിക്കളഞ്ഞിട്ട് സുജൂദി ചെയ്ത നെറ്റിത്തടത്തിലെ ഭസ്മം വാരിത്തേക്കാനും മടിയില്ലാത്ത മുസ്ലിം പെണ്ണേ, നിന്റെ ജീവിതത്തിൽ ഒരു മാതൃകയാണ് മഹദിയായ മാഷിത്ത ബീവി. മാഷിത്ത ബീവിയോട് ഫറോവ പറയുകയാണ്, ഇസ്ലാമിൽ നിന്ന് മാറുന്നുണ്ട്
ആഗ്രഹമുണ്ടോ? ഇല്ല ഇല്ല എന്ന് ഉറക്ക പ്രഖ്യാപനം നടത്തിയപ്പോ മാഷിത്ത ബീവിയെ ഒരു അഗ്നികുണ്ടാരത്തിന്റെ അരികിലേക്ക് കൊണ്ട് നിർത്തുകയാണ്. മാഷിത്ത ബീവിയോട് ചോദിക്കുകയാണ്, ഫറോവ വീണ്ടും ചോദിക്കുന്നു, ഇസ്ലാമിൽ നിന്ന് മാറാൻ തയ്യാറുണ്ടോ? ഇല്ല ഇല്ല, ഞാൻ മൂസാ നബിയെ വിശ്വസിക്കുന്നു, ഒരിക്കലും ഞാൻ ഇസ്ലാമിൽ നിന്ന് പുറകോട്ടില്ല, അതിൽ നിന്ന് മാറുന്നില്ല എന്ന് കണ്ടപ്പോ ബഹുമാനപ്പെട്ട മാഷിത്ത ബീവിയുടെ ചോര കുഞ്ഞുങ്ങളെ ആയ ബഹുമാനപ്പെട്ട മാഷിത്ത ബീവിയുടെ പിഞ്ചു പൈതലെ എടുത്തിട്ട് പറയുകയാണ്, ഞാൻ നിന്റെ മുന്നിൽ വെച്ച് ഇവനെ അറുത്തു മാറ്റും. ഈ കുഞ്ഞിനോട് സ്നേഹമുണ്ടോ? ഈ കുഞ്ഞിനോട് അല്പമെങ്കിലും ഇണക്കമുണ്ടോ? ഈ കുഞ്ഞിനോട് അല്പമെങ്കിലും വാത്സല്യമുണ്ടോ? മാഷിത്ത, നീ ഇസ്ലാമിൽ നിന്ന് മാറണേ മാറണേ. ഇല്ല, ഓരോ കുഞ്ഞുങ്ങളെയും വെട്ടിമുറിച്ചിടുകയാണ്. മൂന്നാമത്തെ പൈതലാണ്, അത് പാല് കുടിക്കുന്ന കുഞ്ഞു പൈതലാണ്. ആ പൈതലിനെ അറുക്കുന്നതിന് വേണ്ടി ഫറോവ ചെവിയിൽ പിടിച്ചുയർത്തിയപ്പോ മാഷിത്ത ബീവി പൊട്ടിക്കരഞ്ഞു പോയി. അല്ലാ, എന്തു ക്രൂരതയാണ് ഞാൻ ഈ കാണുന്നത് പടച്ചവനെ. ഉടനെ അതാ ആ തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞു പോലെ സംസാരിക്കുകയാണ്, ഉമ്മാ, നിങ്ങൾ സത്യത്തിന്റെ മാർഗത്തിലാണ് ഉമ്മ. അൻതി അലൽ ഹഖ് യാ ഉമ്മി, എന്റെ ഉമ്മ, നിങ്ങൾ ദുഃഖിക്കരുതേ, പ്രയാസപ്പെടരുതേ. ഇന്ന് നിങ്ങൾ വധിക്കപ്പെട്ടാലും, ഇന്ന് നിങ്ങൾ കത്തിക്കപ്പെട്ടാലും, ഇന്ന് ചാരമാക്കപ്പെട്ടാലും, നിങ്ങളുടെ ഉദരത്തിൽ വളർന്നു വന്ന ഈ പിഞ്ചു പൈതലായ എന്നെ നിങ്ങളുടെ മുന്നിൽ വെച്ച് കഷണം കഷണമായി തുണ്ടമായി മുറിക്കപ്പെട്ടാലും എന്റെ ഉമ്മ ഇസ്ലാമിൽ നിന്ന് പുറകോട്ട് പോകരുതേ. ആ ഒരു പാരമ്പര്യമല്ലേ പട്ടിണി കിടന്ന പാവപ്പെട്ടവരായ റോഹിംഗ്യൻ മുസ്ലിമീങ്ങൾ പാവപ്പെട്ട കുഞ്ഞുമക്കളെ നിരത്തിയിട്ട് കഷണം കഷണമായി വെട്ടിമുറിച്ചിട്ട് പോലും അല്ലാ 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 എന്ന വാക്കല്ലാതെ റോഹിംഗ്യൻ മുസ്ലിം പെണ്ണുങ്ങളുടെ നാവിൽ നിന്ന് മറ്റൊരു വാക്ക് നമ്മൾ കേട്ടിട്ടേ ഇല്ല. അതാണ് ആദർശം, അതാണ് ആദർശം. എൻ്റെ മുസ്ലിം പെണ്ണുങ്ങളെ, നാണമില്ലാത്ത മുസ്ലിം പെണ്ണെ, ഇസ്ലാമിക പാരമ്പര്യത്തിൽ ജീവിച്ച് വളർന്നു വന്നിട്ട് പരിശുദ്ധമായ ശരീഅത്തിനെ പണയപ്പെടുത്തിയിട്ട് കുഫാറുകളോടൊപ്പം, മുശ്രിക്കീങ്ങളോടൊപ്പം, മുനാഫിക്കീങ്ങളോടൊപ്പം ഒളിച്ചോടിപ്പോകാൻ നാണമില്ലേ പെണ്ണെ, നാണമില്ലേ? നാളെ നരകമല്ലേ നിന്നെ പ്രതീക്ഷിച്ചിരിക്കുന്നത്? നരകമല്ലേ നിന്നെ പ്രതീക്ഷിച്ചിരിക്കുന്നത്? ഒരു കാലഘട്ടത്തിലും രക്ഷപ്പെടുകയില്ല. നാളെ നീ കാഫറത്തായി ചത്തുപോയാൽ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോ നിന്റെ വലത് കാതിൽ ബാങ്കും ഇടത് കാതിൽ ഇഖാമത്തും കൊടുത്ത് നിനക്ക് നല്ല ഒരു ഇസ്ലാമിക പേര് നൽകി നിന്നെ മദ്രസയിൽ വിട്ട് ഖുർആൻ പഠിപ്പിച്ച് 5 നേര നമസ്കാരമുള്ളവളായി മാറി, റമദാനിലെ നോമ്പെടുത്തവളായി മാറി, ഈ പരിശുദ്ധമായ ആശയ ആദർശങ്ങളെയെല്ലാം ഒരു സുപ്രഭാതത്തിൽ ഏതെങ്കിലും ഒരു കുറവന്മാരെ കണ്ടപ്പോ, ഏതെങ്കിലും ഒരു മുശ്രിക്കീങ്ങളെ കണ്ടപ്പോ, ഏതെങ്കിലും ഒരു കുഫാറുകളെ കണ്ടപ്പോ, എൻ്റെ പൊന്നുപെങ്ങളെ, നിന്റെ ആദർശം മുഴുവനും നീ പണയപ്പെടുത്തിയില്ല മോളെ. നാളെ നീ പ്രതീക്ഷിക്കുന്നത് നരകമാണ്. ഒരിക്കലും നിനക്ക് നാളെ സ്വർഗത്തിലേക്ക് പ്രവേശനമില്ല. കാരണം 1, ഇസ്ലാമിനെ നാണം കെടുത്തിയതിന്റെ പേരിൽ, 2, നിന്റെ മാതാപിതാക്കളെ വഞ്ചിച്ചതിന്റെ പേരിലാണ്. 18 വയസ്സ് വരെ 20 വയസ്സ് വരെ താലോലിച്ച് വളർത്തിയ നിന്റെ പൊന്നുപ്പ, നിന്റെ പൊന്നുമ്മ, അവരെ വഞ്ചിച്ചുകൊണ്ടല്ലേ പെണ്ണ് ഇന്നലെ നീ കോളേജിൽ കണ്ട ഒരു കാമുകന്റെ പിന്നാലെ ഒളിച്ചോടുന്നത്? ഏതെങ്കിലും ബസ് കണ്ടക്ടർമാരെ, ബസ്സിലെ കിളികളെ കണ്ടിട്ട്, ബസ്സിലെ ഡ്രൈവർമാരെ കണ്ടിട്ട് പെടുത്താല് പോലും കഴുകാത്ത, ശുദ്ധി എന്തെന്ന് പോലും പഠിപ്പിക്കപ്പെടാത്ത ആ വൃത്തികെട്ടവരോടൊപ്പം കഴുകി ശുദ്ധിയാക്കി സൂക്ഷിച്ചു വെച്ച നിന്റെ ഈ ഔറത്ത് തുറന്നു കൊടുക്കാൻ എൻ്റെ പൊന്നു പെങ്ങളെ, നാണമില്ലേ, നാണമില്ലേ? മാഷിത്ത ബീവിയിലേക്ക് നീ ഒന്ന് നോക്കണേ. മാഷിത്ത ബീവിയെ 6 കൊല ചെയ്തിട്ട് പോലും മാഷിത്ത ബീവി പറയുകയാണ്, ഞാൻ മൂസായിൽ വിശ്വസിക്കുന്നു ഫറോവ, എൻ്റെ റബ്ബിൽ ഞാൻ വിശ്വസിക്കുന്നു ഫറോവ, നീ റബ്ബല്ല ഫറോവ, റബ്ബല്ല ഫറോവ. അവളുടെ വാക്ക് കേട്ട് പഠിച്ചവളാണ് ബഹുമാനപ്പെട്ട ആസിയ റളിയല്ലാഹു അൻഹാ. ആസിയ ബീവിയുടെ അരികിലേക്ക് ഫറോവ കടന്നു വരികയാണ്. ഫത്തലഅ ഫിർഔനു അലാ ആസിയ. ആസിയ ബീവിയുടെ ശരീരത്തിലേക്ക് ഇതാ കടന്നു വരികയാണ് ഫറോവ. കടന്നു വന്നുകൊണ്ട് ഭൃത്യന്മാരെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, എൻ്റെ ഭാര്യയായ ആസിയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? മഹദിയായ ആസിയ ബീവിയെ കുറിച്ച് ഭൃത്യന്മാര് പറഞ്ഞത് നല്ല വാക്കുകളാണ്, നല്ല വാക്കുകളാണ്. കാരണം ഫറോവയുടെ ഭാര്യയാണ്, ഫറോവയുടെ ഭാര്യയാണ്, യജമാനന്റെ ഭാര്യയാണ്. അതുകൊണ്ട് നന്മയല്ലാത്തതൊന്നും പറയാൻ പാടില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഫറോവയുടെ ഭാര്യയായ ആസിയ ബീവിയെ ഫഅസ്നൗ അലൈഹാ, ആസിയ ബീവി റളിയല്ലാഹു അൻഹയെ
പുകഴ്ത്തുകയാണ് ചെയ്തത്. ആ സമയത്താണ് ഫറോവ പറഞ്ഞത്, ഇന്നഹാ തഅബുദു ഗൈരി, അവൾ ഞാനല്ലാതെ ഒരു ശക്തിയെ ആരാധിക്കുന്നു പോൽ, ഞാനല്ലാത്ത ഒരു ദൈവത്തെ ആരാധിക്കുന്നു പോൽ, അത് സഹിക്കാൻ കഴിയുന്നില്ല, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഉടനെ ഫറോവയുടെ കിങ്കരന്മാര് പറയുകയാണ്, ഉഖ്തുൽഹാ, അവളെ തട്ടിക്കളയണേ ഫറോവ, അവളെ കൊന്നുകളയണേ ഫറോവ. അങ്ങനെ വജഅല ഉത്താദൻ അലൈഹാ ഫസ്തദ്ദ അലൈഹാ, അവളെ മലർത്തി കിടത്തുകയാണ്, കൈകാലുകളിൽ ആണിയടിക്കുകയാണ്. ഫറോവ അടുത്തേക്ക് വന്നിട്ട് ഫറോവ ചോദിക്കുകയാണ്, ആസിയ, ഇസ്ലാമിൽ നിന്ന് പുറകോട്ട് മാറാൻ നീ തയ്യാറുണ്ടോ? ഇസ്ലാമിൽ നിന്ന് മാറാൻ പിന്തിരിയാൻ തയ്യാറുണ്ടോ? എങ്കിൽ നിനക്കെല്ലാ ഭൗതികമായ സുഖാഡംബരങ്ങൾ നിനക്ക് ഞാൻ നൽകാമെന്ന് ഫറോവ ആസിയ ബീവിയോട് പറഞ്ഞപ്പോ, റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്നാ വനജ്ജിനി മിൻ ഫിർഔൻ വഅമലിഹി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. അല്ലാഹുവേ, ഈ ഫറോവയുടെ ഈ ഭയാനകതയിൽ നിന്നും പീഡനങ്ങളിൽ നിന്നും എന്നെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. എനിക്ക് നാളെ സ്വർഗ്ഗലോകത്തിൽ ഒരു വീട് നൽകണേ അല്ലാ. നിന്നെ വിശ്വസിച്ചതിന്റെ പേരിലാണ് ഈ ഫറോവ എന്നെ മൃഗീയമായി പീഡിപ്പിക്കുന്നത്. ഫറോവ ആദം ബഹുമാനപ്പെട്ട ആസിയ ബീവിയെ വേദനിപ്പിച്ചത് വലിയ വലിയ പാറക്കല്ലുകൾ എടുത്തു വെച്ചുകൊണ്ടാണ്, വലിയ വലിയ വിഷം ചീറ്റുന്ന സർപ്പങ്ങളെ വിന്യസിച്ചുകൊണ്ടാണ്. ഭയങ്കരമായ വെയിലിൽ കൊടും ചൂടിൽ കൊണ്ടുപോയി ഫറോവ ബഹുമാനപ്പെട്ട ആസിയ ബീവിയെ വിവസ്ത്രയാക്കി മലത്തി കിടത്തുന്ന സമയത്ത് പോലും ആ ഫറോവയുടെ മുഖത്ത് നോക്കിയിട്ട് പറയുകയാണ്, അല്ലാഹുവല്ലാതെ ഒരു ഇലാഹ് ലോകത്തിലില്ല, അല്ലാഹുവല്ലാതെ ഒരു ഇലാഹ് ലോകത്തിലില്ല. ബഹുമാനപ്പെട്ട ആസിയ ബീവി റളിയല്ലാഹു അൻഹാ ആകാശത്തേക്ക് നോക്കിയിട്ട് ചിരിക്കുകയാ. ഫലഹികത്ത് ഫലഹികത്ത് ആസിയ, ആസിയ ബീവി ആകാശത്തേക്ക് നോക്കി ചിരിക്കുന്നത് കണ്ടപ്പോ ഈ ഫറോവ തന്റെ അനുയായികളെ നോക്കിയിട്ട് പറയുകയാണ്, അലാ തഅജബൂന മിൻ ജുനൂനിഹാ, ഏ ഭൃത്യന്മാരെ, ഏ ശിഷ്യഗണങ്ങളെ, ഇവളുടെ ഭ്രാന്ത് നിങ്ങൾ കാണുന്നില്ലേ? ഇവളുടെ ഭ്രാന്ത് നിങ്ങൾ കാണുന്നില്ലേ? ഇന്നാലനുഅസിബുഹാ വഹിയ തൽഹഖൂ, നാം അവളെ വേദനിപ്പിക്കുമ്പോ അവളിതാ ചിരിക്കുകയാണ്, ചിരിക്കുകയാണ്. എന്തേ മുസ്ലിം പെണ്ണെ ചിരിച്ചത്? എന്തേ മുസ്ലിം പെണ്ണെ ചിരിച്ചത്? അത്രത്തോളം പീഡനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടും ആസിയ ബീവി ആകാശത്തേക്ക് നോക്കി ചിരിച്ചതിന്റെ കാരണം എന്താ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, വറഅത് ബൈതഹാ ഫിസ്സമാ, മരണത്തോടടുത്ത് കിടക്കുന്ന സമയത്ത് ആസിയ ബീവി അല്ലാഹുവിനോട് ചോദിച്ചില്ലേ, അല്ലാഹുവേ, എനിക്ക് സ്വർഗത്തിൽ ഒരു വീട് പണിത് തരണമേ അല്ലാ, നിനക്ക് വേണ്ടിയാണ് ഈ പീഡനങ്ങൾ ഞാൻ ഏറ്റെടുക്കുന്നതല്ലാ എന്ന് പറഞ്ഞപ്പോ സ്വർഗലോകത്ത് അല്ലാഹു തആല ആസിയ ബീവിയുടെ മുന്നിൽ തന്നെ ആ സ്വർഗത്തിന്റെ വീട് കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കുകയാണ്. ആ വീട്ടിലേക്ക് നോക്കിക്കൊണ്ടാണ് ആസിയ ബീവി ചിരിച്ചത്. ആ ചിരിയാണ് ഫറോവയെ പോലും അത്ഭുതപ്പെടുത്തിയത്. ഒരു കാഫിറിന്റെ 2 തുള്ളി ഇന്ദ്രിയത്തിന് വേണ്ടിയാണ് ഇസ്ലാമിക ആദർശത്തെ പണയപ്പെടുത്തിയിട്ട് ഈ മുസ്ലിം പെണ്ണൊളിച്ചോടുന്നതെങ്കിൽ എന്റെ പൊന്നു മോളെ, അള്ളാഹു നിന്നെ വെറുതെ വിടുകയില്ല മോളെ. വാപ്പായെ വഞ്ചിച്ചതിന്റെ പേരിൽ, ഉമ്മയെ വഞ്ചിച്ചതിന്റെ പേരിൽ, ഈ ഇസ്ലാമിക ആദർശം പണയപ്പെടുത്തിയതിന്റെ പേരിൽ, ഈ ആയിരക്കണക്കായ മുസ്ലിം ഉമ്മത്തിനെ നാണം കെടുത്തിയതിന്റെ പേരിൽ ഈ ദുനിയാവിൽ വെച്ച് തന്നെ ചീഞ്ഞഴുകിയവളായി ഈ ദുനിയാവിൽ നിന്നെ ഒരു പാഠം പഠിപ്പിക്കാതെ അല്ലാഹു നിന്നെ ആഖിറത്തിലേക്ക് കൊണ്ടുപോവുകയില്ല. ആഖിറത്തിലെത്തിയാലോ മക്തൂബൻ ബൈന ഐനൈഹാ ആസിയത്തം മിൻ റഹ്മത്തില്ലാ, നാളെ നിന്റെ നെറ്റിത്തടത്തിൽ രേഖപ്പെടുത്തപ്പെടും, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് നിഷിദ്ധമാക്കപ്പെട്ടവളാണ്, വിദൂരമാക്കപ്പെട്ടവളാണ്. നാളെ അങ്ങനെയാണ് നിന്നെ ഉയർത്തെഴുന്നേൽപ്പിച്ച് കൊണ്ടുവരിക എന്ന് ലോകത്തിന്റെ മുത്തു പ്രഖ്യാപിച്ച പ്രഖ്യാപനത്തെ മറികടന്നുകൊണ്ടല്ലേ എന്റെ മുസ്ലിം പെണ്ണേ നീ അന്യ മതക്കാരനോടൊപ്പം ഒളിച്ചോടുന്നത്? ഒരു 10 മിനിറ്റ് സമയം ഒളിച്ചോടുന്നതിന് മുമ്പ് ഇരുന്നൊന്ന് ചിന്തിച്ചിട്ട് ചാടിക്കോ. അല്ലാഹുവേ, എൻ്റെ ഉപ്പയെ വഞ്ചിച്ചിട്ട് ഞാൻ പോയാൽ, എൻ്റെ ഉമ്മയെ വഞ്ചിച്ചിട്ട് ഞാൻ പോയാൽ, എൻ്റെ ആങ്ങളമാരെ വഞ്ചിച്ചിട്ട് പോയാൽ, എൻ്റെ കുഞ്ഞനുജത്തിയെ വഞ്ചിച്ചിട്ട് പോയാൽ, എൻ്റെ മഹല്ല് നിവാസികളെ ഞാൻ വഞ്ചിച്ചിട്ട് പോയാൽ, മദ്രസയിൽ എനിക്ക് ഖുർആൻ പഠിപ്പിച്ചു തന്ന എൻ്റെ ഉസ്താദന്മാരെ വഞ്ചിച്ചിട്ട് പോയാൽ, എൻ്റെ ഭാവി ജീവിതം
ജീവിതം എങ്ങനെയായിരിക്കുമല്ലാ, എനിക്കത് നഷ്ടമായിരിക്കുമല്ലാ. ഇല്ല പടച്ചവനേ, ഇല്ല പടച്ചവനേ, വേണ്ട അല്ലാ, എൻ്റെ അവിവേകം നീ പുറത്തുതാ പടച്ചവനെ, എൻ്റെ അതിബുദ്ധി നീ മാപ്പാക്കണേ പടച്ചവനെ. സ്വന്തം ഉപ്പാന്റെ ഉമ്മാന്റെ അരികിലേക്ക് വന്ന് കാലിൽ വീണ് മാപ്പ് ചോദിക്കടി പെണ്ണേ, എങ്കിൽ അല്ലാഹു നിനക്ക് മഗ്ഫിറത്ത് ചെയ്യും. ഇല്ലെങ്കിൽ നിന്റെ തലയിൽ തീയാണ് വീഴുന്നത്. അത് ദുനിയാവിൽ വെച്ച് അനുഭവിച്ചിട്ടേ നീ മരിക്കുകയുള്ളൂ, യാതൊരു സംശയവുമില്ല. മാതാപിതാക്കളെ മാത്രമല്ല, ഇസ്ലാമിനെ കൂടിയാണ് നീ വഞ്ചിക്കുന്നതെന്ന് ആര്യം ഓർക്കണം. അതുകൊണ്ട് തന്നെയാണ് രണ്ടാമത്തെ വരിയിൽ കൈവച്ചിട്ട് അള്ളാന്റെ റസൂല് പറഞ്ഞത്, സ്വർഗത്തിലെ രണ്ടാമത്തെ പെണ്ണ് ആസിയത്തു ബിന്ത് മുസാഹിം ഇംറഅത്തു ഫിറഔൻ, ഫിറഔനിന്റെ ഭാര്യയായ മുസാഹിമിന്റെ മകളായ ആസിയ ബീവി സ്വർഗത്തിലാണ്. ആ ഒരു പദവി വേണോ? ആ ഒരു പദവി വേണോ? നീ കെട്ടിക്കാൻ പ്രായമായോ? നിനക്ക് സഹിക്കാൻ കഴിയുന്നില്ലേ? പിടിച്ചിരിക്കാൻ കഴിയുന്നില്ലേ? ആക്രാന്തം മൂത്തോ? വാപ്പയോട് പറ എന്നെ കെട്ടിച്ചു വിടാൻ പറ. നടക്കുന്നില്ലേ? സംഘാടകരോട് പറ എൻ്റെ വാപ്പാക്ക് എന്നെ കെട്ടിച്ചു വിടാൻ കഴിയൊന്നുമില്ല, എനിക്ക് എന്നെ കല്യാണം കഴിപ്പിക്കണം, എനിക്ക് 18 വയസ്സായി, ഞാൻ തെറ്റിലേക്ക് പോകും ഉറപ്പാണ്, നിങ്ങളെ കൊണ്ട് സാധിക്കുമോ? വന്ന് പറ, ഇൻഷാ അല്ലാഹ് അവർ ഏറ്റെടുക്കും, തീർച്ചയായിട്ടും ഏറ്റെടുക്കും. സമ്പത്തില്ല എന്നതിന്റെ പേരിൽ നീ ഒളിച്ചോടണ്ട. കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കാം 72ഓളം പെണ്ണുങ്ങളെ ഈ മണ്ണിൽ നിന്ന് കല്യാണം കഴിപ്പിച്ചത്. ഒരു വലിയ ഭാഗ്യമാണ്. ഈ വർഷത്തെ കൂടെ ചേർത്തിട്ട് ഒരു വലിയ ഭാഗ്യല്ലേ? നിങ്ങളുടെ കണ്ണുനീരൊപ്പാൻ അവരെ തയ്യാറായി വരുമ്പോൾ എന്തിനാണ് ഈ ആദർശത്തെ പണയപ്പെടുത്തുന്നത്? എന്തിന്റെ പേരിലാണ്? അതുകൊണ്ട് എന്ത് നേട്ടം? എന്ത് നേട്ടം? 2 തുള്ളി ഇന്ദ്രിയം, ആർക്കും വേണ്ടാത്ത ചീഞ്ഞഴിഞ്ഞ വാളെടുക്കുന്ന നാറ്റം പിടിക്കുന്ന സാധനം. ഇതിന് വേണ്ടിയിട്ടാണ് പരിശുദ്ധമായ ശരീഅത്തിന്റെ നിയമത്തെ മുഴുവനും ചവിട്ടി തേച്ചിട്ട് ഈ മുസ്ലിം പെണ്ണൊളിച്ചോടി പോകുന്നത്. ഇപ്പോ ആർക്കൂടെ ഇഷ്ടം? ആസിയ ബീവിയെ നോക്കിയിട്ട് അള്ളാഹു റസൂൽ പറഞ്ഞു, നീ സ്വർഗത്തിലാണ്. ആ സ്വർഗം കണ്ടിട്ട് മരിച്ചു. റോഹിംഗ്യയിലെ പാവപ്പെട്ട മുസ്ലിം പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യപ്പെട്ട് അറുത്തുമുറിച്ച് മീൻ മുറിക്കുന്ന പോലെ അറുത്തുമുറിച്ചിട്ട് പോലും അവരുടെ നാവിൽ നിന്ന് വന്ന് അള്ളാഹ് എന്നാണ്. അവർ പറഞ്ഞ വാക്ക്, നീ ബുദ്ധമതക്കാരനാവോ, ബുദ്ധമതക്കാരിയാവോ? ഇല്ല, അല്ലാ അല്ലാ അല്ലാ, അതല്ലാതെ അവർക്കൊന്നും പറയാറിയില്ല. ആ വാക്കോടുകൂടിയാണ് അവർ മരിച്ചത്. തീർച്ച നാളെ ആസിയ ബീവിയുടെ പോലെ സ്വർഗത്തിലാണ്, യാതൊരു സംശയമില്ല. ആ ആദർശം പോലെ നിനക്കില്ലാതെ പോയല്ലോ. എന്നാ പണ്ടാരെ ഒളിച്ചോടിപ്പോയ മുസ്ലിം ചെറുക്കൻ്റെ കൂടെ ഒളിച്ചോടി പോകും. ഇത് നല്ല നല്ല സുന്ദരി പെണ്ണുങ്ങൾ ഒളിച്ചോടി പോകുന്ന തുരുമ്പ് പിടിച്ച മൽകാട് പിടിച്ചവന്മാരെ പോലുള്ള സാധനം. ഒരു കാശിന് കാണാൻ കൊള്ളൂല്ലപ്പ ഈ സാധനങ്ങളൊക്കെ. അവിടെയും തള്ളി ഇവിടെയും തള്ളി കണ്ണും തള്ളി അവിടേക്ക് ഈ സാധനത്തിനെ കണ്ടാൽ തന്നെ എന്തിഷാറാവോ പോലും ഇല്ല. ഇതിൻ്റെ കൂടെ ഈ ഒളിച്ചോടി പോകണൊക്കെ ഇവിടെ എന്ത് കണ്ടിട്ടായി പോകുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ സംഭവം പിടിച്ചാൽ. ഇത് നല്ല സാധനങ്ങളുടെ കൂടെ എത്രയോ നല്ലവന്മാരുണ്ട് നമ്മുടെ ചെറുപ്പക്കാർ, നല്ല കുണ്ടന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. അമ്മമാരുടെ കൂടെ പോകില്ല, അവരോടെ പോവാതെ ഈ സാധനത്തിൻ്റെ കൂടെ കുറിച്ച് നമ്മൾ ഫോട്ടോയിൽ കാണുന്ന മൊത്തം അങ്ങനെ തന്നെ ഇല്ല ഉസ്താദേ. ഫോട്ടോയിൽ കാണുന്ന എല്ലാം അങ്ങനെ തന്നെയാണ്. എന്താപ്പോൾ ഇതിനകത്ത് ഇത്ര വല്ല ടേസ്റ്റ് ഇരിക്കുന്ന? ഒരു പെണ്ണായിരുന്നെങ്കിൽ ഒന്ന് രുചി നോക്കാറുണ്ട് എന്താ സംഭവം എന്നുള്ളത്. ഇതിനും വേണ്ടി എന്താ ഇത്രയും സാധനം എന്നറിയില്ല. ഇസ്ലാമിനെ നാണം കെടുത്തി, ആലിമീങ്ങളെ നാണം കെടുത്തി, ദീനിനെ നാണം കെടുത്തി, ഉമ്മയെ കോടതിയിൽ പോയിട്ട് പറയുക, എൻ്റെ ഉപ്പയോട് പോകണോ ശശിയോട് കൂടി പോകണോ? ഓ എനിക്ക് ശശിയോട് കൂടെ പോയാൽ മതി. ആ നീ ശശിയാവും, എത്രയും പെട്ടെന്ന് നീ ശശിയാവും, താമസം പിന്നെ നീ ശശിയാവും അല്ലേ? ഉപ്പയും വേണ്ട ഉമ്മയും വേണ്ട. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ കാര്യമല്ലേ? ഖിയാമത്ത് നാളിന്റെ അടയാളവുമായി നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ വാക്കാണ്. അത് യാഥാർത്ഥ്യമാകാതെ ഈ ലോകം അസ്തമിക്കുകയേ ഇല്ല. ലാ തഖൂമുസ്സാ ഹത്താ തൽഹിഖ ഫിആമും മിൻ ഉമ്മതി ബിൽ മുശ്രികീൻ ഔ കമാ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ ഉമ്മത്തികളിൽപ്പെട്ട ഒരു വിഭാഗം മുശ്രിക്കീങ്ങളാവാതെ ലോകം അസ്തമിക്കുകയില്ല. മറ്റൊരു റിവായത്തിൽ കാണാം, ഹത്താ തഅബുദ നിസാ ഉമ്മതി അൽ ഔസാൻ ഔ കമാ ഖാല അലൈഹിസ്സലാം അൽയാത നിസാ ഉമ്മതി അൽ ഔസാൻ. എന്റെ ഉമ്മത്തികളായ സഹോദരിമാർ പെണ്ണുങ്ങളുടെ പൃഷ്ഠഭാഗം ബിംബത്തിന്റെ മുന്നിൽ കൊണ്ടുപോയി പ്രതിഷ്ഠിക്കുന്നത് വരെ ഖിയാമത്ത് നാൾ സംഭവിക്കൂല. ആശയം മനസ്സിലായില്ല? ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. മുസ്ലിം പെൺകുട്ടികൾ ഇതെല്ലാം എടുത്ത് മാറ്റിയിട്ട് മറ്റേൻ്റെ മുന്നിൽ പോയിരുന്നിട്ട് ഇങ്ങനെ നിന്നിട്ട് ഇത് വരച്ചിട്ട് ഇങ്ങോട്ടാക്കിയിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് വാപ്പ കഴിച്ചു കൊടുക്കും, പിന്നെ ഉമ്മ കഴിച്ചു കൊടുക്കും. ശൈത്താൻ, നീ മാരകമായ രോഗം പിടിച്ച് ചാവുള്ളൂ ഇൻഷാ അല്ലാഹ്, യാതൊരു സംശയമില്ല. അഴുകും കിടന്ന് പുഴുവരിക്കും. അവന്മാർ കുറച്ച് ദിവസം കഴിഞ്ഞ് എടുത്തുകൊണ്ട് റെയിൽവേ ട്രാക്ക് ഇടും. പട്ടി കടിച്ച് കീറും, തന്നെ പട്ടി കടിച്ച് കീറും. അതിലേ കൂടെ വാപ്പ പോയാൽ പോലും തുപ്പിക്കളയും. നിന്നെ എനിക്ക് വേണ്ട,
പാപ്പ പോലും തൊപ്പിക്കളയും. മയ്യത്ത് സ്കരിക്കാൻ ഭാഗ്യമില്ല, മയ്യത്ത് കുളിപ്പിക്കാൻ ഭാഗ്യമില്ല, മയ്യത്ത് പൊതിയാൻ ഭാഗ്യമില്ല. അല്ലാഹു അക്ബർ, അല്ലാഹു മഗ്ഫിർ ലഹാ, പുറത്തു കൊടുക്കണേ അല്ലാ എന്ന് പറയാൻ ഒരു മനുഷ്യന് ഈ ഭൂലോകത്തുണ്ടാവുകയില്ല. പന്നിയേക്കാൾ നികൃഷ്ടയായിട്ട് ചാവും. നഊദു ബില്ലാഹ്, അല്ലാഹു കാക്കട്ടെ. സമയായോ? 11:30 ഇനി എത്ര മണിയാ? സുബഹി വരെ ഉണ്ടോ സമയം? ഉള്ള നല്ല ആൾക്കാർ തന്നെ. 2 വരെയായി, 2 വര. അപ്പം 2ാമത്തെ വര മനസ്സിലായില്ലേ? ഇനി ആരെങ്കിലുമൊക്കെ ഒളിച്ചോടാൻ നിയത്ത് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മനസ്സിലാക്കിയിട്ട് ഒളിച്ചോടിക്കോ കേട്ടോ. ഇത് മനസ്സിലാക്കിയിട്ട് ഒളിച്ചോടിക്കോ ഇൻഷാ